ഇന്ന് നമ്മൾ കാണിക്കുന്നത് എൻ്റെ സൈക്കിളിൽ, അതായത് ഇലക്ട്രിക് സൈക്കിളിൽ ചെയിൻ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ ഡീസലും ഒരു ടൂത്ത് ബ്രഷുമാണ്. ഈ ചെയിൻ നമ്മൾ മൊത്തമായിട്ട് ആദ്യം ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം സോപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഭയങ്കര ഡസ്റ്റ് കാണാം. അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പാടില്ല. അപ്പം നമുക്കിതൊന്ന് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് സോപ്പിട്ട് കഴുകി അതിനുശേഷം ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്ക് ഓയിലിടേണ്ടത്. ഈ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ ഹൈ ക്വാളിറ്റി ഓയിൽ ഉപയോഗിക്കേണ്ടതാണ്. തൽക്കാലം ഞാൻ ഈ തയ്യൽ മെഷീൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഡീസലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പം ഞാനിവിടെ ഡീസലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പല ലിക്വിഡ്സും ഉപയോഗിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ചിലവ് കുറഞ്ഞ ഐറ്റം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ പഴയ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊത്തം ഈ ചെയിൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം ഇലക്ട്രിക് സൈക്കിളാണ്. അപ്പം ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കഴിയുന്നതും ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഡീസൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ കളറുകൾ ഇളകുന്ന കാണാം. നമ്മൾ ആ ഓയിലിൽ നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുമ്പോഴുള്ള ചെയിനിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന മണ്ണും പൊടിയും എല്ലാം ഇളകി പോരുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടോ ഡീസലിൻ്റെ കളർ ഫുൾ ചേഞ്ച് ചെയ്ത്. സാധാരണ ഞാൻ ക്ലീൻ ചെയ്യുന്നത് താഴെയും മുകളിലും പിന്നെ ചെയിൻ്റെ രണ്ട് സൈഡുമായിട്ട് ബ്രഷ് വെച്ച് ഒരതി കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ഭാഗത്തും റൊട്ടേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പം തുടക്കത്തിൽ ഇത് ചെയ്താൽ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് സോപ്പ് ഇടലാണ്. അപ്പോൾ അതിന് മുമ്പേ ചെയിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്ലീനായി എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അതിന് ശേഷം ഒന്നും കൂടി ഒരു ക്ലീൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രഷ് ഒന്ന് താഴെയും വെച്ച് ഒന്ന് കറക്കുക, ഫുൾ റൗണ്ട് കറക്കുക. അതിന് ശേഷം ഞാൻ മുകൾ ഭാഗം വെച്ച് ബ്രഷ് വെച്ചിട്ടും കഴുകുക. അപ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ബ്രഷാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ഒന്നും കൂടി ആ പാർട്ടിക്കിളൊക്കെ ഇളകി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചെയിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ചെയിൻ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 4 സൈഡും വെച്ച് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പാർട്ടുകളൊക്കെ കട്ട പിടിക്കുന്ന പാർട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലീൻ ആയിക്കോളും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ക്രാങ്കിൻ്റെ ഒരു കവറുണ്ട്, ആ കവർ ഞാൻ അഴിച്ചെടുക്കുകയാണ്. കാരണം നമുക്ക് ഈ ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് അവിടെ സെൻസറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഇത് ഊരി ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ പല്ലുകളിലൊക്കെ ഈ ചെയിനിൽ കിടക്കുന്ന ചെളിയും ഈ ഗ്രീസും ഒക്കെ നമുക്കുണ്ടാവും. ഗ്രീസ് മീൻസ് ഓയിലും ഈ പാർട്ടിക്കിളും കൂടി ചേർന്ന സാധനങ്ങളൊക്കെ ഞാൻ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയിനിൽ കിടക്കുന്ന ഡീസൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 2-3 പ്രാവശ്യം കറങ്ങി കഴിഞ്ഞാൽ കുറേയൊക്കെ ഡീസൽ അതിൽ നിന്ന് പോകും. അതിന് ശേഷം പിന്നെ ബാക്കിലുള്ള പല്ലുകളിലൊക്കെ കിടക്കുന്ന ചെറിയ ഓയിൽ പാർട്ടിക്കിൾ ഡസ്റ്റൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാണ്. കഴിയുന്നതും നമ്മൾ ഇതേപോലെ തുടച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ പല്ലുകളൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഡീസലിട്ട് കഴുകി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയിനിലുള്ള ഡീസൽ മുഴുവൻ നമുക്കൊന്ന് സോപ്പിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഷാമ്പു ആണ്. നമ്മൾ സോപ്പ് സാധാരണ ഉപയോഗിക്കില്ല. കുറച്ചും കൂടി പിന്നെ നമ്മൾ സോപ്പിട്ട് കഴുകിയതിന് ശേഷം അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പോൾ കുറേ വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഷാമ്പു വാങ്ങിക്കുന്നത്. അപ്പം 1 രൂപേൻ്റെ പാക്കറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ചെയിൻ മൊത്തം ഒരതി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഷാമ്പു മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച ഈ ചെയിനിൽ മൊത്തം നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം നമ്മളെ ഇലക്ട്രിക് മോട്ടർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ സെൻസർ ഇതുവഴിയാണ് പോകുന്നത്. സെൻസർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം, സെൻസറിലാവാതെ ഡീസലും സോപ്പും കഴിയുന്നതും ആവാതെ നമ്മൾ ശ്രമിക്കുക. ശരിക്കും ഈ മോട്ടറും സെൻസറും ഒക്കെ വാട്ടർ പ്രൂഫാണെന്നാണ് പറയുന്നത്. എന്നാലും നമ്മളെ കെയറിന് വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാലും നമ്മൾ അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും അത് നമ്മൾ ശ്രമിക്കുക. പിന്നെ ചെയിൻ മൊത്തം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഗിയർ സിസ്റ്റം അവിടെ ഉണ്ട്. ഗിയർ സിസ്റ്റത്തിന് പ്രശ്നമൊന്നുമില്ല. അവിടെ കുറച്ച് സോപ്പായാലും വെള്ളം ഇട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ കഴിയുന്നതും ഇതിൻ്റെ വയറാണ്, ഇവിടെയൊന്നും വെള്ളം കഴിയുന്നതും ആവാതെ നോക്കുക. ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്നാലും മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഈ ഡീലെയറിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഇപ്പോൾ പൊടി മാത്രമേ ഉള്ളൂ. മാക്സിമം ഞാൻ ഈ 3rd ഗിയറിൽ മാത്രം റണ്ണിങ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ഗിയറിലൊക്കെ ജസ്റ്റ് പൊടികളാണുള്ളത്. അങ്ങനെ ഡസ്റ്റ് അതായത് ഡസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓയിലും ആ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇതില്ല. അപ്പം അത് നമുക്കൊന്ന് തുടച്ചെടുത്താലും മതി. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ ചെയിനിലുള്ളതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധ വഹിക്കണം. കാരണം ഇതൊരു മാഗ്നറ്റാണ്, ഒക്കെ ഡീസലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് മാഗ്നറ്റ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അറിയില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാഗ്നറ്റ്. സോ കഴിയുന്നതും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ഒരു സെൻസർ ഉള്ളത്. അപ്പോൾ സെൻസറിൽ ഇവിടെ, അപ്പോൾ കഴിയുന്നതും അതിൽ ഡീസലോ സോപ്പോ ആവാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കവർ ഊരി ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയിൻ മാത്രമാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഡീസൽ വെച്ച് കഴുകിയ പോലെ തന്നെ നമ്മൾ ഈ ഷാമ്പു വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയിൻ മൊത്തം കഴുകുകയാണ്. മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയിൻ്റെ മുകൾ ഭാഗം താഴെ ഭാഗം 2 സൈഡിലായിട്ട് നമ്മൾ നല്ലതുപോലെ ബ്രഷ് ചെയ്യുകയാണ്. ആ ഡീസലിൻ്റെ എല്ലാ അംശവും നമുക്ക് നമ്മളെ ഈ പാത്രത്തിലേക്ക് കിട്ടണം. അപ്പോൾ കളറ് മാറി തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു ഡാർക്ക് കളറായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ചെയിൻ്റെയും പല്ലുകളിലും ഇടയിലുള്ളൊക്കെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുന്നതും ഡീസലിൻ്റെ അംശങ്ങൾ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും കഴിയുന്നതും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം ഫ്ലഷ് ചെയ്തിരുന്നതിന് കുറച്ചും കൂടി കുറവ് മതിയാവും. പിന്നെ നമ്മൾ ഡീസൽ ഒരതി കഴുകുമ്പോൾ അവിടെ ഇവിടെയെങ്കിലുമൊക്കെ ഡീസലായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ഈ ഷാമ്പു വെള്ളം ഉപയോഗിച്ച് ഒന്ന് കോട്ട് ചെയ്യുക. എന്നാൽ അപ്പം സൈക്കിൾ മൊത്തമായിട്ട് വാഷ് ചെയ്യുമ്പം അവിടുന്ന് ആ ഡീസലിൻ്റെ അംശം പോയി കാണും. ഇല്ലെങ്കിൽ അവിടെ ഒരു കളർ ഫീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഒന്ന് ആ ഗിയറും പല്ലുകളും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ബ്രഷ് വെച്ച് നമ്മളൊന്ന് റിവേഴ്സ് ജസ്റ്റ് ഒന്ന് ചെയിൻ കറക്കുകയാണ്. അപ്പോൾ 2 സൈഡും ചെയ്താൽ മൊത്തം ക്ലീൻ ആവും. അപ്പം എത്രയും നമ്മൾ ഡസ്റ്റും കാര്യങ്ങളും കുറയുന്നു അത്രയും സ്മൂത്ത്നെസ് നമുക്ക് സൈക്കിൾ ചവിട്ടുമ്പം കിട്ടും. അതിനുശേഷം ഇനി ബാക്കിയുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ബാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ കൂടാതെ ഞാൻ ഈ ഡീലെയറിലും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം അതിലും നല്ലോണം അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് തുടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബ്രഷ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ ഡീലറിൽ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നമ്മളെ 7 ഗിയറുണ്ട്, ആ 7 ഗിയർസ് മൊത്തം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കാരണം അവിടെ നല്ല ഡസ്റ്റും ബാക്കിയുള്ള ചെറിയ ഓയിലിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മാക്സിമം നമ്മുടെ മോട്ടറിലേക്ക് ഓയിലൊന്നും ആവാതെ നോക്കുക. അപ്പോൾ നമ്മുടെ ഡീലർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ 2 സൈഡും നമ്മൾ ക്ലീൻ ചെയ്ത് ചെയിനും നമ്മൾ സോപ്പിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഇവിടുത്തെ കവർ അഴിച്ചെടുത്താണ്, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്കിത് മൊത്തം വെള്ളം ഒന്ന് അടിച്ച് കഴുകണം. ഓൾറെഡി നമ്മൾ ഡീസലും ഇട്ട് സോപ്പും ഇട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയാൽ മതി. അതിന് ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഓയിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴുകണം. കഴിയുന്നത് ഇവിടെ ഇലക്ട്രിക് മോട്ടറാണ്, സെൻസറും ഉണ്ട്, ഇവിടെ കണക്ഷനും ഉണ്ട്. അപ്പം വെള്ളം ഇട്ട് കഴുകുമ്പോൾ വളരെ ശ്രദ്ധയോടെ ക്ലീൻ ചെയ്യാം. ഓക്കെ. നമ്മൾ വെള്ളം ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്തതിന് ഇപ്പം ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി, എന്ത് തുണിയായാലും കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയിൻ ഒന്ന് കറക്കി കൊടുക്കുകയാണ്. കാരണം പുറമുള്ള ആ വെള്ളത്തിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ തുണി ഒബ്സർവ് ചെയ്തോളൂ. അത് ഒരു 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയതായിട്ട് 2 സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ജോയിൻസിലും കാര്യങ്ങളുള്ള ഓയിലും ഒന്ന് അബ്സോർബ് ആയിക്കോളും.
അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നമ്മുടെ ആ ഒരു ചെയിനിലുള്ള വെള്ളത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ താഴെ, അതായത് എല്ലാ ഭാഗങ്ങളിലും, അതായത് ചെയിനിൻ്റെ എവിടേക്കാണോ നമുക്ക് തുടയ്ക്കാൻ പറ്റുന്ന ആ ഭാഗങ്ങളിലും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ചെയിൻ കറക്കി കൊടുത്തു ഒന്ന് മാക്സിമം വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കുക. അതേപോലെ പല്ലിൻ്റെയും ഡീലറിൻ്റെയും ഇടയിലുള്ളൊക്കെ വെള്ളത്തുള്ളികളൊക്കെ നമ്മൾ തുടച്ചെടുക്കുക. നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം മാക്സിമം നമുക്ക് തുണി തൊടുമ്പം തന്നെ അത് അബ്സർവ് ചെയ്തെടുക്കുന്ന രീതിയിൽ വേണം അതൊന്ന് ക്ലീൻ ചെയ്യാൻ. പിന്നെ നമ്മുടെ ലൈൻസും കാര്യങ്ങളും നമ്മുടെ സെൻസർ ലൈനുകളും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 1-2 മണിക്കൂർ ഒരു നല്ലൊരു ടെമ്പറേച്ചർ, അതായത് ഇവിടെ ഒന്നാമത് ഇപ്പം വിശാഖപട്ടണത്ത് നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ 1-2 മണിക്കൂർ വെച്ചാൽ ഈ ചെയിനിലുള്ള എല്ലാ വെള്ളത്തിൻ്റെ തുള്ളികളും ഒന്ന് അബ്സോർവ് ആയി പോയിക്കോളും. അതിന് ശേഷം നമുക്ക് വേണം ഓയിലിടാൻ. അധികം നേരം വൈകി കഴിഞ്ഞാൽ ചെറുങ്ങനെ റസ്റ്റ് വരും. സാധാരണ ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ചെയിനൊക്കെ ആയാൽ അങ്ങനെ റസ്റ്റൊന്നും വരില്ല. കഴിയുന്നത് നമ്മൾ ഓയിൽ പെട്ടെന്ന് ഇടുക എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചെയിനിൽ ഓയിലിട്ട് കൊടുക്കേണ്ട ആവശ്യമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ളൊരു ബോട്ടിൽ ഉപയോഗിച്ചാണ്. അപ്പം നമ്മൾ ഓരോ പോയിൻറ്റിനായിട്ട് ഉറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6. നമ്മൾ ഈ നീഡിലിന് മാത്രം ഓയിൽ ഉറ്റിച്ച് കൊടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും. അങ്ങനെ നമ്മളിത് ചെയിൻ മൊത്തമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം നമ്മൾ ചെയിൻ മൊത്തം ഓയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, നമുക്ക് ആ ഗ്രീസോ അല്ലെങ്കിൽ ആ ഒരു കറുത്ത കളറൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഓയിലിൻ്റെ ആ ഒരു ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഇത്ര മതിയാവും. പിന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞ് കൂടുതൽ ഓയിൽ നമുക്ക് പുറത്ത് കാണുകയാണ്, ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ ഓയിൽ ഇതിൽ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാവുന്നതാണ്, നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയതിനേക്കാളും നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഡീലറിലും എല്ലാ കാര്യങ്ങളിലും ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ സൈക്കിളിൻ്റെ ചെയിൻ ഇതേപോലെ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അത്രയും കാലം നമുക്ക് ഉഷാറായിട്ട് കിട്ടും. ഇനി നേരത്തെ നമ്മൾ ഇവിടുന്ന് ഊരിയെടുത്ത ആ കവറും കൂടിയേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.